വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. അപ്പോൾ അമിനോ ആസിഡുകളുടെ ക്ലാസിഫിക്കേഷൻ, അതായത് ഓരോ കാറ്റഗറിയിൽ വരുന്ന അമിനോ ആസിഡുകളുടെ നെയിംസ് അതേ രീതിയിൽ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ. പഠിച്ചാൽ തന്നെ ഓർത്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് കോഡ്സ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ബേസ് ചെയ്തിട്ട് ഓരോ കാറ്റഗറീസിലെയും അമിനോ ആസിഡ്സ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് ഓരോ അമിനോ ആസിഡ്സിന്റെയും ക്ലാസിഫിക്കേഷൻ നോക്കാം. രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് അവയുടെ സ്ട്രക്ചറിലുള്ള ആർ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷനും, then അതുകൂടാതെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ കാറ്റഗറീസും ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു അമിനോ ആസിഡ്സിന്റെ ആർ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ട് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോൺ പോളാർ ആയിട്ടുള്ള അമിനോ ആസിഡുകളാണ്. ഓക്കെ, നോൺ പോളാർ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഓർത്ത് വെക്കേണ്ടത് അവയൊക്കെ ഹൈഡ്രോഫോബിക് ആണ്. ഓൾ നോൺ പോളാർ അമിനോ ആസിഡ്സ് ആർ ഹൈഡ്രോഫോബിക്. അപ്പൊ എന്താണ് നോൺ പോളാർ അമിനോ ആസിഡ്സ് എന്ന് വെച്ചാൽ, അതായത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചാർജ് ഡിഫറൻസ് ഇല്ല, അവയിൽ ചാർജ് ഡിഫറൻസ് ഇല്ലാത്തതിനെയാണ് ഡു നോട്ട് ഹാവ് എ സിഗ്നിഫിക്കന്റ് ചാർജ് ഡിഫറൻസ്, അവയാണ് നമ്മൾ നോൺ പോളാർ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നോൺ പോളാർ അമിനോ ആസിഡ്സിൽ 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് അലിഫാറ്റിക് ആണ്. ഓക്കെ, ഒന്നാമത്തത് അലിഫാറ്റിക്, രണ്ടാമത്തത് അറോമാറ്റിക്, മൂന്നാമത്തത് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് എന്നീ കാറ്റഗറീസ് ആണ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പൊ അതിൽ ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ അമിനോ ആസിഡ്സ് വരുന്നതിന് ട്രിക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ഒന്നാമത്തത് അലിഫാറ്റിക് ആണ്. അലിഫാറ്റിക് എന്ന് പറയുന്നത് നോൺ അറോമാറ്റിക് ആണ്. നോൺ അറോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിൻ ഉള്ള ആൾക്കാരാണ് കേട്ടോ അലിഫാറ്റിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയുടെ അണ്ടറിൽ വരുന്ന അമിനോ ആസിഡ്സ് അലനിൻ, ഗ്ലൈസിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, വാലിൻ, പ്രോലിൻ, മെഥിയോണൈൻ ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഈ ഒരു അലിഫാറ്റിക് അമിനോ ആസിഡ്സ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് അഗ്ലി MPV ആണ്. ഓക്കെ, അഗ്ലി MPV നോൺ പോളാർ അലിഫാറ്റിക്കിൽ വരുന്ന അമിനോ ആസിഡ്സിന്റെ ഷോർട്ട് ഫോം ആണ് അഗ്ലി MPV. ഓരോന്നിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അഗ്ലി അലനിൻ, ജി ഗ്ലൈസിൻ, എൽ ല്യൂസിൻ, ഐ ഐസോല്യൂസിൻ, ദെൻ വാലിൻ നിങ്ങൾ ഇവിടെ വാലിൻ, വി വാലിൻ, എം മെഥിയോണൈൻ, പി പ്രോലിൻ, അങ്ങനെയാണ് കേട്ടോ. അഗ്ലി MPV ആണ് അലിഫാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ പോളാറിൽ വരുന്ന രണ്ടാമത്തെ കാറ്റഗറി ആണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്, സോറി അറോമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ഈ ഒരു അറോമാറ്റിക്കിനകത്ത് അതിന്റെ മീനിങ് അവ ബെൻസീൻ റിങ് പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് അവ അറോമാറ്റിക് ആയിട്ടുള്ളത്. അവ റിംഗ് സ്ട്രക്ചർ ആണ് കേട്ടോ. ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുള്ള റിംഗ് സ്ട്രക്ചർ ആണ്. ബെൻസീൻ ലൈക്ക് റിംഗ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് അറോമാറ്റിക് ആയിട്ടുള്ളത്. അവ ഈസിയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. അവ 3 എണ്ണം മാത്രമേ ഉള്ളൂ, നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അത് പഠിക്കണം. ഒന്നാമത്തത് ഫിനൈൽ അലാനിൻ ആണ്. അപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിലും നമ്മുടെ 3 ലെറ്റർ കോഡും സിംഗിൾ ലെറ്റർ കോഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് 2 കോഡും പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഫിനൈൽ അലാനിൻ PHE ആണ് അവയുടെ 3 ലെറ്റർ കോഡ് എന്ന് പറയുന്നത്. F ആണ് സിംഗിൾ ലെറ്റർ കോഡ്. ഓക്കെ, രണ്ടാമത്തത് ട്രിപ്റ്റോഫാൻ ആണ്, TRPW ആണ്. ടൈറോസിൻ എന്ന് പറയുന്നത് TYR ആണ്. TYR 1 ലെറ്റർ കോഡ് അല്ലെങ്കിൽ സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത് Y ആണ്. ഓക്കെ, അപ്പൊ നോൺ പോളാറിൽ രണ്ടാമത്തെ കാറ്റഗറി അറോമാറ്റിക് ആണ്. ഒന്നാമത്തത് നോൺ അറോമാറ്റിക് ആയിട്ടുള്ള അലിഫാറ്റിക് ആണ്. അതായത് സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കും, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ചെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അറോമാറ്റിക്കില് റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. മൂന്നാമത്തത് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. അവയുടെ സൈഡ് ചെയിൻ ആയിട്ട് സൾഫർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവയിലും 2 എണ്ണം മാത്രമേ ഉള്ളൂ, മെഥിയോണൈൻ MET, M ആണ് സിംഗിൾ ലെറ്റർ കോഡ്. നെക്സ്റ്റ് സിസ്റ്റീൻ ആണ് CYS, C ആണ് സിംഗിൾ ലെറ്റർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നോൺ പോളാർ ആയിട്ടുള്ള ആർ ബേസിലുള്ള ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള നോൺ പോളാറിന്റെ അണ്ടറിൽ വരുന്നത്. നമുക്ക് രണ്ടാമത്തത് പോളാർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു പോളാറിൽ ചാർജ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്, അൺചാർജ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പോളാർ അൺചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് പഠിക്കാം. അപ്പൊ പോളാർ എന്ന് പറയുമ്പോൾ അവയ്ക്ക് അമിനോ ആസിഡ്സ് ഹാവ് സൈഡ് ചെയിൻ ദാറ്റ് ആർ പോളാർ. പോളാർ ആയിട്ടുള്ള സൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. അവയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പോളാർ അൺചാർജ്ഡ് എന്ന് പറയുമ്പോൾ റെഡിലി ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. അവയുടെ സൈഡ് ചെയിൻ പോളാർ ആയിരിക്കും, പക്ഷെ അൺചാർജ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേ ഡു നോട്ട് ക്യാരി നെറ്റ് ചാർജ് അറ്റ് ഫിസിയോളജിക്കൽ pH. അവ നെറ്റ് ചാർജ് 0 ആയിരിക്കും, പക്ഷെ അവയുടെ സൈഡ് ചെയിനിന് ചാർജ് ഉണ്ടായിരിക്കും. അത്തരം അമിനോ ആസിഡ്സിനാണ് പോളാർ
അൺചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അവയുടെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ത്രിയോണൈൻ ആണ്. അവയുടെ സിംഗിൾ ലെറ്റർ കോഡും കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഗ്ലൂട്ടാമൈൻ ഉണ്ട്, സിസ്റ്റീൻ ഉണ്ട്, അസ്പരാജിൻ ഉണ്ട്, സെറീൻ ഉണ്ട്. ഓക്കെ, സെറീൻ ഉണ്ട്. ദെൻ ഇനി അവയുടെ കോഡ് ബേസ് ചെയ്തിട്ട് പഠിക്കാം. ഞാൻ ഈ കോഡാണ് ഈ ഒരു പോളാർ അൺചാർജ്ഡ് വെച്ചിട്ടുള്ളത്. put 3 glue for cis apsara and serena. put 3 glue. ഈ ഒരു put എന്നുള്ളതിന്റെ PU ഉദ്ദേശിച്ചത് പോളാർ അൺചാർജ്ഡിനാണ് കേട്ടോ PU ഉദ്ദേശിച്ചത്. 3 എന്ന് പറയുന്നത് ത്രിയോണൈൻ ആണ്. ഗ്ലൂട്ടാമൈൻ എന്ന് പറയുന്നത് ഫോർ സിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റീൻ ആണ്. സിസ് അപ്സര എന്ന് പറയുന്നത് സിസ്റ്റീനും അപ്സര എന്ന് പറയുന്നത് അസ്പരാജിൻ. ആ ഒരു എന്താ സൗണ്ടിങ്, ആ ഒരു ശരി ഫോണറ്റിക്സ് ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് കേട്ടോ അപ്സര അസ്പരാജിൻ ആക്കിയത്. സെറീന. ഓക്കെ, put 3 glue for cis apsara and serine. put എന്നുള്ളത് ഞാൻ പോളാർ അൺചാർജ്ഡിന്റെയും കൂടി കൂട്ടിയിട്ടാണ് ആക്കിയത് കേട്ടോ. ഇതാണ് പോളാർ അൺചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ ആ ഒരു ഷോർട്ട് ട്രിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പോളാർ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ ഈ ഒരു പോളാർ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് രണ്ടുണ്ട്. പോളാർ നെഗറ്റീവും ഉണ്ട്, പോളാർ പോസിറ്റീവും ഉണ്ട്. അത് നെഗറ്റീവ് ചാർജും ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളത് അസിഡിക് ആയിട്ടുള്ളതാണ്. ഓക്കെ, ദീസ് അമിനോ ആസിഡ്സ് ഹാവ് സൈഡ് ചെയിൻസ് ദാറ്റ് ആർ അസിഡിക്. അസിഡിക് ആയിട്ടുള്ള സൈഡ് ചെയിൻ ഉള്ള നെഗറ്റീവ് ചാർജ് ഉള്ള ഫിസിയോളജിക്കൽ pHൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് പോളാർ നെഗറ്റീവ് അമിനോ ആസിഡ്സ്. നമുക്കറിയാം നമ്മൾ ഈ ഒരു 20 അമിനോ ആസിഡ്സിൽ ആസിഡ് എന്ന് പേര് വരുന്ന 2 ആസിഡ്സ്, ആ ഒരു അമിനോ ആസിഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് രണ്ടുമാണ് അസിഡിക് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അസ്പാർട്ടിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടേറ്റ്, ദെൻ ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമേറ്റ്. ഈ രണ്ടെണ്ണമാണ് പോളാർ നെഗറ്റീവ് അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൽ വരുന്നത്. അത് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ദെൻ പോളാർ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ അവയുടെ സൈഡ് ചെയിൻ ബേസിക് ആണ്. അവയ്ക്ക് ആ ഒരു ഫിസിയോളജിക്കൽ pHൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ 3 എണ്ണമാണ് ഈ ഒരു പോളാർ പോസിറ്റീവിൽ വരുന്നത് അല്ലെങ്കിൽ ബേസിക്കിൽ വരുന്നത്. അതിനെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് അർജന്റീന ലൈസ് വിത്ത് മെസ്സി. അപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാം കേട്ടോ. ഹിസ്റ്ററി ഓഫ് അർജന്റീന, ഇതിൽ ഹിസ്റ്ററിയിൽ ഹിസ് ആണ് ഹിസ്റ്റഡീൻ, അർജന്റീനയുടെ ARG അർജിനൈൻ, ദെൻ ലൈസ് എന്ന് പറയുന്നതാണ് ലൈസിൻ. അപ്പൊ ഈ ലൈസിന്റെ എന്താ ആ ഒരു ഫോം സിംഗിൾ ലെറ്റർ കോഡ് KL. അപ്പൊ നമുക്ക് മെസ്സി എന്ന് പറയുന്നത് കിങ് ആണല്ലോ. അപ്പൊ ആ ഒരു കിങ് എന്നുള്ള രീതിയിലും ആ K ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് പോളാർ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ ആ ഒരു ഷോർട്ട് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എസെൻഷ്യൽ. നമ്മൾ ഇനി പറയുന്നത് ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവ സൈഡ് ചെയിൻ ബേസ് ഉള്ളതല്ല. ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള 3 കാറ്റഗറീസ് ആണ് എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, കണ്ടീഷണലി എസെൻഷ്യൽ. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യില്ല, കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ഹ്യൂമൻ ബോഡി. അതുകൊണ്ട് തന്നെ ഡയറ്റിലൂടെ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അവയിൽ വരുന്ന ഈ ഒരു കാറ്റഗറീസ് ഐസോല്യൂസിൻ, ലൈസിൻ, ല്യൂസിൻ, വാലിൻ, മെഥിയോണൈൻ, ഹിസ്റ്റഡീൻ, ഫിനൈൽ അലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ. ഇത്രയും അമിനോ ആസിഡ്സുകൾ എസെൻഷ്യൽ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ ഞാൻ 2 വേർഡ്സ് ബേസ് ചെയ്തിട്ടാണ്. ഒന്നാമത്തത് ഐ ലവ് ലൂസി വെരി മച്ച്. ഓക്കെ, ഐ ലവ് ലൂസി വെരി മച്ച്. അതിൽ ഐ എന്ന് പറയുന്നത് ഐസോല്യൂസിൻ ആണ്, ലവിന്റെ അകത്തുള്ള L ലൈസിൻ ആണ്, ലൂസി എന്ന് പറയുന്നത് ല്യൂസിൻ, വെരി മച്ച് വാലിൻ, മച്ച് എന്ന് പറയുന്നത് മെഥിയോണൈൻ ആണ്. അപ്പൊ ഈ ആദ്യത്തെ 5 എണ്ണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലെറ്റർ എടുത്തു. രണ്ടാമത്തെ ഒരു 4 കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ഹിസ് ഫോൺ ത്രൂ ഡ്യൂറിങ് ദ ട്രിപ്പ്. ഓക്കെ, ഹിസ് ഫോൺ, ഹിസ് എന്ന് പറയുന്നത് ഹിസ്റ്റഡീൻ, ഫോൺ ഫിനൈൽ അലാനിൻ, ത്രിയോണൈൻ, ഡ്യൂറിങ് ദ ട്രിപ്പ് എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ഒരു എന്താ ന്യൂമോണിക്സ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കംപ്ലീറ്റ് ആയി. ദെൻ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നതാണ്. അവയിൽ വരുന്നത് അലാനിൻ, അസ്പരാജിൻ, അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമൈൻ, ഗ്ലൈസിൻ, സെറീൻ, പ്രൊലൈൻ, തൈറോസിൻ, സിസ്റ്റിൻ. അപ്പൊ ഈ നോൺ എസെൻഷ്യലിൽ തന്നെ നമ്മൾ ഇനി അടുത്ത വരുന്ന കാറ്റഗറിയിൽ വരുന്ന കണ്ടീഷണൽ അമിനോ ആസിഡ്സ് ആയിട്ടും ചിലത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവ പഠിക്കാൻ വളരെ ഈസിയാണ്. A3G3 SPCT.
അതായത് എ തുടങ്ങുന്ന 3 എണ്ണമുണ്ട് അല്ലെ, അലനിൻ, അസ്പരാജിൻ, അസ്പാർട്ടേറ്റ്. ദെൻ ജിയിൽ തുടങ്ങുന്ന 3 എണ്ണമുണ്ട്, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമൈൻ, ഗ്ലൈസിൻ. പിന്നീട് SPC ആണ്, സെറീൻ, പ്രൊലൈൻ, തൈറോസൈൻ. ദെൻ സെറീൻ, പ്രൊലൈൻ, സിസ്റ്റിൻ. ദെൻ ടി എന്ന് പറയുന്നത് തൈറോസൈൻ. ഇതാണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സിൽ വരുന്നത്. ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി നോൺ എസെൻഷ്യൽ ആണ്, പക്ഷെ ചില കണ്ടീഷൻ, അതായത് നമുക്ക് ഇൽനെസ്സോ സ്ട്രെസ്സോ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് കനോട്ട് മേക്ക് ഇനഫ്, നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ഡയറ്റ് വഴി കൊടുക്കുന്ന ആ ഒരു അമിനോ ആസിഡ്സിനാണ് കണ്ടീഷണലി എസെൻഷ്യൽ പറയുന്നത്. അതിൽ ഗ്ലൂട്ടാമൈന്, തൈറോസൈൻ, പ്രോലിൻ, ഗ്ലൈസിൻ, ആർജിനിൻ, സെറിൻ, സിസ്റ്റീൻ ഇവയാണ് വരുന്നത്. ഇവയുടെ കോഡ് GTP ഗ്യാസ് C ആണ്. G എന്ന് പറയുന്നത് ഗ്ലൂട്ടാമൈൻ ആണ്, T തൈറോസിൻ, P പ്രൊലൈൻ. ഓക്കെ, നെക്സ്റ്റ് G ഗ്ലൈസിൻ ആണ്, A ആർജിനിൻ, S സെറിൻ, C സിസ്റ്റീൻ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രിക്സ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് ലൈക്ക്, ഒരു ഹാർട്ട് ഇട്ടേക്കുക. അപ്പം എൻ്റെ ചാനലിൽ എൻ്റെ ഈ ട്രിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ട്രിക്സ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇൻക്ലൂഡിങ് ആ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എക്സാംസിനും വളരെ ഹെൽപ്ഫുൾ ആണ്. ബാർക്ക് എക്സാം ആയിക്കോട്ടെ, അപ്കമിങ് HSST ബോട്ടിന് ആയിക്കോട്ടെ, സെറ്റ് എക്സാമിന് ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് ഈ ഒരു ബയോകെമിസ്ട്രിയിൽ വരുന്ന അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്.